കുംഭഭരണി നാളിൽ സദ്യയുടെ കൂടെ ഓണാട്ടുകരയിലെ എല്ലാ വീടുകളിലും ഒരുക്കുന്ന ഒരു വിഭവമാണ് കൊഞ്ചും മാങ്ങായും. ഓണാട്ടുകരയിലെ വീടുകളിൽ കൊഞ്ചും മാങ്ങായും തയ്യാറായി തുടങ്ങിയതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു കുംഭഭരണി നാളിൽ ഒരു അമ്മ കൊഞ്ചും മാങ്ങായും തയ്യാറാക്കുകയായിരുന്നു. വീടിനടുത്തുകൂടി കുത്തിയോട്ട ഘോഷയാത്ര കടന്നുപോയപ്പോൾ അത് കാണാൻ അമ്മയ്ക്ക് വലിയ ആഗ്രഹം. ഘോഷയാത്ര കാണാൻ പോയാൽ കൊഞ്ചും മാങ്ങായും കരിഞ്ഞുപോകും. ഘോഷയാത്ര കാണണമെന്ന് വലിയ ആഗ്രഹവും. ഒടുവിൽ എൻ്റെ കൊഞ്ചും മാങ്ങായും കരിഞ്ഞു പോവരുതേ ദേവി എന്ന് ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിച്ച് ആ അമ്മ കുത്തിയോട്ട ഘോഷയാത്ര കാണാൻ പോയി. സമയം ഒരുപാട് വൈകി മടങ്ങി എത്തിയപ്പോൾ കറി തയ്യാറായിരുന്നു.